ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനവും പരിസരവും. ചെറിയൊരു മഴക്കോളുണ്ട്. അപ്പോൾ മഴയ്ക്കുള്ള സാധ്യത കാണുന്നു. മണ്ഡലപൂജയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. 23-ാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 26-ാം തീയതി ആയിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുകയും ചെയ്തത്. അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. പോലീസുകാരുടെ ടീം മൂന്നാമത്തെ സംഘം ഇന്ന് മാറിയിരിക്കുകയാണ്. അതായത് 1600 പേരടങ്ങുന്ന സംഘം മാറി പുതിയൊരു സംഘം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പുതിയ സംഘം ഇപ്പോൾ നിലവിലുള്ള സംഘവുമായി ചേർന്ന് പോലീസുകാരുമായി ചേർന്ന് ഡ്യൂട്ടി ചെയ്തതിന് ശേഷമായിരിക്കും ഇപ്പോൾ നിലവിലത്തെ സംഘം സന്നിധാനത്ത് നിന്ന് മടങ്ങുക. ആ രീതിയിൽ ക്രമീകരണങ്ങളൊക്കെ പോലീസ് കൂടുതൽ സുരക്ഷ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ഒരുക്കുന്നുണ്ട്. തിരക്കിന്റെ കാര്യം കൂടി പറയുമ്പോൾ ഏകദേശം തിരക്ക് കുറയാനുള്ള സാധ്യത കണക്കാക്കിയിരുന്നു. പക്ഷേ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും 90,000-ന് മുകളിൽ ഭക്തർ സന്നിധാനത്തെത്തി അയ്യപ്പനെ ദർശിച്ച് മടങ്ങി. ഇനിയുള്ള മണ്ഡലപൂജ വരാനിരിക്കുന്നത് കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടാനാണ് സാധ്യതയെന്നാണ് പൊതുവെയുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. തിരക്ക് കൂടുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഭക്തർക്ക് സന്നിധാനത്തെത്തി സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഇവിടെ ഒരുക്കുന്നുണ്ട്. ബിജു വി എസിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.